ദിവസങ്ങളും മാസങ്ങളും വളരെ വേഗം കടന്നുപോയി. ജീവിതത്തിന്റെ ഏറ്റവും സുന്ദര കാലഘട്ടമായ ബാല്യകാലത്തിലൂടെയുള്ള യാത്ര ഞാൻ ശരിക്കും ആസ്വദിച്ചു. കാരണം ഇത്രയും സുന്ദരമായ കാലഘട്ടം ഒരു മനുഷ്യായുസ്സിൽ വേറെയില്ല. ഒരിക്കലും ഈ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരാൻ ആകില്ലെന്നുള്ളത് പച്ചപ്പരമാർത്ഥമായ കാര്യമാണ്. അന്നും പതിവ് പോലെ ഞങ്ങൾ കുളി കഴിഞ്ഞ് തൊഴാനായി ക്ഷേത്രത്തിലെത്തി. തൊഴുത് പ്രസാദം വാങ്ങുന്നതിനിടയിൽ തിരുമേനി അച്ഛനോട് പറഞ്ഞു, അടുത്തയാഴ്ച കൊടിയേറ്റമാണ്, ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. എല്ലാ തവണയും പോലെ ഇത്തവണയും നമുക്ക് ഉത്സവം കേമമാക്കണം, അച്ഛൻ മറുപടി പറഞ്ഞു. ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ അച്ഛന് പിന്നെ തിരക്കാണ്. ഉത്സവ കമ്മിറ്റിയുടെ പ്രധാന ചുമതല വഹിക്കുന്നത് അച്ഛനാണ്. ഓഫീസിലെയും കൃഷിസ്ഥലങ്ങളിലെയും തിരക്കുകളെല്ലാം മാറ്റി നിർത്തി ഒരാഴ്ച അച്ഛൻ ക്ഷേത്രത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങും. അച്ഛനെ സഹായിക്കാനായി നിരവധി ചെറുപ്പക്കാരുമുണ്ടാകും. കൊടിയേറിക്കഴിഞ്ഞാൽ ഏഴാം നാൾ ഉത്സവം, പിറ്റേ ദിവസം ആറാട്ടോട് ഉത്സവം കൊടിയിറങ്ങും. ക്ഷേത്രത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ ഗ്രാമത്തിനു തന്നെ ഒരു ഉത്സവമാണ് അമ്പലത്തിലെ ഉത്സവം. ക്ഷേത്രം ഉത്സവത്തിനു വേണ്ടി ഒരുങ്ങുന്നതോടെ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഓരോ വീടും ഉത്സവത്തിനു വേണ്ടി ഒരുങ്ങുന്നു. ഉത്സവത്തിനു മുന്നോടിയായി ഓരോ വീട്ടിലും പറയെടുപ്പുമുണ്ട്. ഉത്സവം കഴിഞ്ഞ് രാത്രി വെടിക്കെട്ടും കണ്ടതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങും. ഉത്സവത്തിന്റെ ചുമതലകൾ കാരണം അച്ഛൻ വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. പിറ്റേ ദിവസം ആറാട്ടും കൂടി കഴിഞ്ഞാൽ മാത്രമാണ് അച്ഛന്റെ ചുമതലകൾ കഴിയുന്നത്. ഒരാഴ്ചയായി നല്ല തിരക്ക് പിടിച്ച ജോലിയായിരുന്നതിനാൽ പിറ്റേ ദിവസം അച്ഛൻ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കും. വിശ്രമത്തിനായി മാറ്റിവെച്ച ആ ദിവസം അച്ഛൻ ഞങ്ങൾക്ക് പഴയകാലത്തെ ക്ഷേത്രത്തെക്കുറിച്ചും അന്ന് നാമമാത്രമായിരുന്ന ഉത്സവത്തെക്കുറിച്ചും പറഞ്ഞുതരും. ഇന്നത്തെ പോലെ സാമ്പത്തിക വളർച്ചയില്ലാതിരുന്ന അന്നത്തെ കാലത്ത് മനുഷ്യർ എത്ര ബുദ്ധിമുട്ടിയാണ് ജീവിതം തള്ളി നീക്കിയത് എന്ന് ഞാൻ ഓർക്കും. ഒരു ദിവസം ടീച്ചർ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജന്മദിനമായ ശിശുദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ ജന്മദിനത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. വീട്ടിലെത്തിയ ഉടനെ അമ്മയോട് ആദ്യം അന്വേഷിച്ചത് എന്റെ ജന്മദിനത്തെക്കുറിച്ചായിരുന്നു. അമ്മ പെട്ടെന്ന് അത്ഭുതപ്പെട്ടുപോയി. പെട്ടെന്നിപ്പോൾ ജന്മദിനത്തെക്കുറിച്ച് ചോദിക്കുന്നത് എന്തിനാണ്? അമ്മ ചോദിച്ചു. ജന്മദിനത്തെക്കുറിച്ച് ചോദിക്കാനുള്ള സാഹചര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ ഉടൻ കലണ്ടറിൽ നോക്കി. അടുത്ത ആഴ്ചയാണ് പാറുവിന്റെ പിറന്നാളെന്ന് പറഞ്ഞു തന്നു. ഞായറാഴ്ചയാണ്. എനിക്ക് സന്തോഷമായി. വീട്ടിൽ സദ്യയും മറ്റുമായി ആഘോഷിക്കാം. പിറന്നാൾ സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്യും. തലേ ദിവസം തന്നെ അച്ഛനോട് പറഞ്ഞ് കൂട്ടുകാർക്കും മറ്റും കൊടുക്കാനായി മിഠായി വാങ്ങിച്ചു. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചു. നിലവിളക്കിന് മുന്നിലിരുന്ന് അച്ഛന്റെയും അമ്മയുടെയും കൂടെ സദ്യയുമുണ്ടു. വിശ്രമത്തിനായി നടുത്തളത്തിൽ സംസാരിച്ചിരിക്കുമ്പോൾ അമ്മ കുട്ടിക്കാലത്തെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് പറയും. കുട്ടിയായിരിക്കുമ്പോൾ എനിക്കും പാറുവിനെ പോലെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് ഭയങ്കര താല്പര്യമായിരുന്നു. പിറന്നാൾ സമ്മാനങ്ങൾ ധാരാളം കിട്ടുന്നതുകൊണ്ട് തന്നെയായിരുന്നു ആ സന്തോഷം. അമ്മ പറയും. വേനൽക്കാലം വന്നതോടെ പണിക്കാർക്കും അച്ഛനും തിരക്കേറി. കൃഷിക്കെല്ലാം വെള്ളമൊഴിക്കുന്നത് വലിയൊരു ജോലി തന്നെയാണ്. പറമ്പിലെ കിണറ്റിൽ നിന്ന് മോട്ടോർ വച്ചാണ് എല്ലായിടത്തേക്കും വെള്ളം എത്തിക്കുന്നത്. മോട്ടറിൽ നിന്നുള്ള വെള്ളം ചെറിയ ചാലുകളിൽ കൂടി എല്ലാത്തിന്റെയും കടക്കിലെത്തും. ലാസറേട്ടനും അന്തോണിയും കൂടിയാണ് ചാലുകൾ വെട്ടുന്നത്. അവധി ദിവസങ്ങളിൽ അച്ഛനുമൊപ്പം കൂടും. ഓരോ കൃഷിക്കും ആവശ്യമായ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അതിനെ മറ്റു ദിക്കുകളിലേക്ക് തുറന്നുവിടും. ഈ ചാലുകളിൽ കൂടി വെള്ളം തട്ടിത്തെറിപ്പിച്ച് നടക്കുവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാനും ചേട്ടനും ഈ ചാലുകളിൽ കൂടി കടലാസ് വഞ്ചികൾ അച്ഛൻ കാണാതെ ഒഴുക്കിവിടും. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുമെന്ന് പറഞ്ഞ് അച്ഛൻ വഴക്കു പറഞ്ഞാലോ എന്ന പേടിയുമുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ അമ്മ എന്തെങ്കിലും വഴക്കു പറഞ്ഞാലും അച്ഛൻ ഞങ്ങളെ വഴക്കു പറയാറില്ല. കുട്ടികളല്ലേ മാലതി അവർ. ഈ പ്രായത്തിൽ കുറച്ച് കുറുമ്പുകൾ കാണിക്കുന്നത് സ്വാഭാവികമല്ലേ? ഇപ്പോഴല്ലാതെ നമ്മുടെ പ്രായമാകുമ്പോൾ അവർക്ക് കുറുമ്പ് കാണിക്കാൻ പറ്റുമോ? ഇവരുടെ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ വികൃതികൾ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഇടയ്ക്കൊക്കെ അമ്മയുടെ ശകാരത്തിൽ നിന്ന് അച്ഛൻ ഞങ്ങളെ രക്ഷപ്പെടുത്തും. വർഷാവസാന പരീക്ഷ വന്നടുക്കാറായി. നന്നായി പഠിക്കണം. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ 2 മാസം അവധിയാണ്. വേനൽ അവധിക്ക് അമ്മയുടെ തറവാട്ടിലേക്കാണ് യാത്ര. യാത്രകൾ എന്നും ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ഞാൻ. ആ യാത്രയെക്കുറിച്ചോർത്ത് പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ നന്നായി ഉത്സാഹിച്ചു പഠിച്ചു.